ഹലോ, എസ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മുല്ലപ്പെരിയാർ ഡാമും ചരിത്രപരമായിട്ടുള്ള കുറച്ച് വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മുല്ലപ്പെരിയാർ ഡാം അഥവാ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. പീരുമേട് താലൂക്കിൽ കുമളി പ്രദേശത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിലായ ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാവുന്ന മുല്ലയാർ നദിയായി അറിയപ്പെടുന്നു. മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമായി ഉപയോഗിക്കപ്പെടുന്നു. അണക്കെട്ടിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിലെ വൈഗ നദിയുടെ താഴ്വരയിലെ പ്രദേശങ്ങൾക്ക് ജലസേചനത്തിനായി പെരിയാർ വൈഗ ജലസേചന പദ്ധതിയിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് ഏറെ കാലമായി രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കത്തിന് വഴിയൊരുക്കുന്നു. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും എന്നാൽ ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തു. 1961 വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട കാലപ്പഴക്കം ചെന്ന ഈ അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നും അതിനാൽ തന്നെ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണെന്നും പ്രമുഖ പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ അക്കാലത്ത് തന്നെ പുറത്തുവിട്ടിരുന്നു. 2014 മെയ് 7 സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി വന്നു. തമിഴ്നാട്ടിന് അനുകൂലമായി വന്ന ആ വിധി കേരളത്തിന് തികച്ചും പ്രതികൂലമായിരുന്നു. 136 അടിയിൽ നിന്നും 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്താമെന്നും അണക്കെട്ടിന്റെ നിരീക്ഷണത്തിന് ഒരു 3 അംഗ സമിതിയെ നിയോഗിക്കാമെന്നും അന്നത്തെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്നുള്ള വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഇടുക്കി ഡാമിനെ സജ്ജമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 59.5 TMC ആയി കുറച്ചു. മുല്ലപ്പെരിയാറിൽ നിലവിലുള്ള 11.75 TMC ജലം എത്തിയാൽ പോലും ഇതിന്റെ ഫലമായി ഇടുക്കി ഡാമിന് ആ ജലത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. വൈദ്യുതി ഉൽപാദനം കൂടിയും ഇല്ലാതെയും ഈ നില നിലനിർത്താനാണ് തീരുമാനം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.